ഹായ് ഗായ്സ്, ഞാനും അമ്മ എൻ്റെ കസിൻ ചേച്ചിയും കൂടെ കോഴിക്കോട് വരെ പോകുമായിരുന്നു ഒരാവശ്യത്തിന് വേണ്ടി. അപ്പം കണ്ട കാഴ്ചയാണ് ഇത്. കോട്ടയം KSRTC സ്റ്റാൻഡാണ്. ആ അപ്പച്ചൻ അത്രയും സീറ്റുണ്ടായിട്ടും അവിടെ ആ തോർത്തിട്ട് കിടക്കുകയും ചെയ്ത്. കിടക്കുക മാത്രമല്ല, വരുന്നവരും പോകുന്നവരും ഒക്കെ നന്നായിട്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ടായിരുന്നു. ഇത് കണ്ട, ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടുകൊണ്ട് അമ്മ നേരെ നോക്കിയിരിക്കുക. അങ്ങനെ ബസ് വന്ന് ബസ്സിലോട്ട് കയറുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, പെട്ടെന്നായിരുന്നല്ല. അമ്മയ്ക്ക് ഏറ്റവും ഫ്രണ്ടിലും എനിക്കും ചേച്ചിക്ക് ഏറ്റവും ബാക്ക് ആയിരുന്നു സീറ്റ്. ഞങ്ങൾ ലോ ഫ്ലോർ ബുക്ക് ചെയ്തിട്ടാണ് പോയത്. ഒരു 5 മണി ആയപ്പോഴത്തേക്ക് ഞങ്ങൾ കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ നേരം അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മെഡിക്കൽ കോളേജിൻ്റെ അങ്ങോട്ടായിരുന്നു പോവേണ്ടത്. അപ്പോൾ ചേച്ചിയുടെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രൈവറ്റ് സ്റ്റാൻഡിൻ്റെ അവിടെ ചെന്നാൽ നമുക്ക് പെട്ടെന്ന് ബസ് കിട്ടുമെന്ന് പറഞ്ഞു. ഞങ്ങൾ നടന്ന് ഒരു പ്രൈവറ്റ് സ്റ്റാൻഡിൻ്റെ അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞ് അപ്പുറത്തെങ്ങാണ്ടാന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ അപ്പുറത്ത് ക്രോസ് ചെയ്ത് നിന്നപ്പോഴത്തേക്ക് ഒരു KSRTC വന്ന് ഞങ്ങൾ അതിന് കയറി മെഡിക്കൽ കോളേജിൻ്റെ അവിടെ ഇറങ്ങി. പിന്നെ ഞങ്ങൾക്കൊന്ന് ഫ്രഷ് ആവണമായിരുന്നു. അങ്ങനെ ഞങ്ങൾ റൂം എടുത്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല റൂമായിരുന്നു, നല്ല വൃത്തിയും നല്ല അത്യാവശ്യം കൊള്ളായിരുന്നു റൂം. പിന്നെ ഞങ്ങളൊരു 8 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് അവിടെ നിന്ന് ഇറങ്ങി ഒരു ചായ കുടിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിൽ കയറി. എൻ്റെ പൊന്നോ, ഒരു വൃത്തിയും ഇല്ലായിരുന്നു സത്യം പറഞ്ഞാൽ. ആ ചായ ഞാൻ അതുപോലെ അവിടെ വെച്ചിട്ടിങ്ങ് ഇറങ്ങിപ്പോന്നു. പിന്നെ ഞങ്ങൾ തിരിച്ച് റൂമിൽ വന്ന് കുളിച്ച് ഡ്രസ്സൊക്കെ മാറി അടുത്തൊരു ഹോട്ടലിൽ പോയി മസാല ദോശയാണ് കഴിച്ചത്. എനിക്കങ്ങോട്ട് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഒരു ഓട്ടോ വിളിച്ച് ഞങ്ങൾക്ക് പോകേണ്ട സ്ഥലത്തോട്ട് പോയി. അതിൻ്റെ അടുത്ത് ഞങ്ങളുടെ കസിൻ്റെ വീടുണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോഴത്തേക്ക് അവിടുത്തെ അങ്കിൾ കോട്ടയത്തോട്ട് വരാൻ വേണ്ടി നിൽക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾ ആ കാറിനിങ്ങ് കയറി. ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളൊരു ബിരിയാണി കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തില്ല. ബിരിയാണിയുടെ ആക്രാന്തം മുത്ത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. പിന്നെ ഞങ്ങളൊരു 2:30 ഒരു 4 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഒരു ഹോട്ടലിൽ കയറി ഷെയ്ക്കും പിന്നെ ഗീ റോസ്റ്റും കഴിച്ചു. ഇത് കഴിച്ചിട്ട് ഇറങ്ങിയപ്പോൾ തന്നെ അത്യാവശ്യം വയറ് നല്ല ഫുള്ളായിരുന്നു. പിന്നെ ഒരു 8:30 ആയപ്പോഴത്തേക്ക് ഞങ്ങൾ അങ്കമാലി വന്നപ്പോഴത്തേക്ക് മന്തി കഴിക്കാനൊരാഗ്രഹം. അങ്ങനെ മന്തി കഴിക്കാൻ ആദ്യം ഈ ഒരു കടയിൽ വന്നു. ഇവിടെ വന്നപ്പോഴത്തേക്ക് അവിടെ മന്തി കഴിഞ്ഞെന്ന് പറഞ്ഞു. പിന്നെ തൊട്ടടുത്തുള്ള വേറൊരു കടയിൽ വന്നു. ഇവിടെ വന്നപ്പോഴാണെങ്കിൽ ഭയങ്കര തിരക്ക്. പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്ന് കഴിക്കാനൊന്നും നിന്നില്ല. ഇരുന്ന് കഴിച്ചാൽ ഞങ്ങളുടെ സമയം പോകുമെന്നറിയാവുന്നത് കൊണ്ട് ഞങ്ങൾ പാഴ്സൽ മേടിക്കാൻ ഓർത്തു. അങ്ങനെ പാഴ്സലിനൊക്കെ പറഞ്ഞു. പിന്നെ മന്തി മാത്രമല്ല, എന്തോ പൊറോട്ട അങ്ങനെ എന്തോ മേടിച്ചിട്ടുണ്ടായിരുന്നു. എന്നായാലും 1340 രൂപ ബില്ല് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വേറെ അങ്ങ് നിർത്താതെ കോട്ടയത്തേക്ക് ഇങ്ങ് പോന്നു ഗൈസ്. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ.